ഇന്ന് മൊത്തം ഒരു ട്രോൾ മൂഡാണ്. അതിനാൽ ഇന്നത്തെ എല്ലാ വീഡിയോയും ട്രോൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് വിനേഷ് ഫോഗട്ട് ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ 2.4 ഗോഡിജിയെ വെല്ലുവിളിച്ചു എന്ന കാര്യം ഞങ്ങൾ അറിയുന്നത്. 100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ വിനേഷിന് ഒളിമ്പിക്സ് ഗുസ്തിയുടെ ഫൈനലിൽ മത്സരിക്കാൻ അയോഗ്യത വന്നു. അതിൽ മനംനൊന്തിരുന്ന വിനേഷ് ഫോഗട്ടിനെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ഗോദിജി ശ്രമിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കാതെ വിനേഷ് കഠിനമായി അപമാനിച്ചു അത്രേ. ലലൻ ടോപ്പുമായുള്ള വിനേഷിന്റെ അഭിമുഖത്തിൽ ആങ്കർ ചോദിക്കുകയാണ്, മെഡൽ കിട്ടാതിരുന്നപ്പോൾ പ്രധാനമന്ത്രി നിങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോ എന്ന്. മെഡൽ से आप चूक गए तो प्रधानमंत्री ने आपसे बात की थी फोन पे? ആ ചോദ്യം കേട്ട് കുറെ നേരം മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ വിനേഷ് ചിരിക്കുന്നത് തന്നെ ഞങ്ങളുടെ ഗോദിജിയെ അപമാനിച്ചാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിനേഷ് കരുതരുത്. मेडल से आप चूक गए तो प्रधानमंत्री ने आपसे बात की थी फोन पे? തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകമാണെങ്കിലും ഞങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ കുറെ നേരം കളിയാക്കിയുള്ള ഒരു ചിരി ചിരിച്ചിട്ട് വിനേഷ് പറയുന്നത് കേട്ടോ, അത് ഒരുമാതിരി തലയാട്ടിക്കൊണ്ട് പറയുകയാണ്. ഫോൺ വന്നിരുന്നു, പക്ഷെ ഞാൻ വിളിക്കേണ്ട എന്ന് പറഞ്ഞു. വിനേഷേ, കാര്യം പറഞ്ഞാൽ 80-ൽ പരം പ്രാവശ്യം തുടർച്ചയായി തോൽവി അറിയാത്ത ലോക 1-ാം നമ്പർ താരത്തെ നിങ്ങൾ മലർത്തിയടിച്ചിരിക്കാം. ലോക 4-ാം നമ്പർ താരത്തെ നിങ്ങൾ പുഷ്പം പോലെ എടുത്തെറിഞ്ഞിരിക്കാം. പക്ഷേ അതേ വീര്യം ഞങ്ങളുടെ ഗോദിജിയോട് കാണിക്കുന്നത് കടുത്ത അനാദരവും കരുണയില്ലായ്മയുമാണ്. ഇനി തുറന്നു കേൾക്കൂ. आपने फोन नहीं पिक किया? मेरे पास डायरेक्ट फ़ोन नहीं आया था, लेकिन जो वहाँ पे अपने इंडिया के जो ऑफिशियल्स थे उनका फ़ोन, उन्होंने बोला कि ऐसे बात करना चाहते हैं. मैंने बोला ठीक है. उन्होंने मेरे सामने शर्तें रखी कि आपका कोई आदमी साथ में नहीं रहेगा, हमारी टीम रहेगी, 2 लोग, कोई एक वीडियो शूट करेगा, एक बात करवाएगा और वो सोशल मीडिया पे जाएगा. ആങ്കർ ചോദിക്കുകയാണ്, മോദി വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തില്ലേ? അതിന് മറുപടി പറയുകയാണ്, എന്നെ നേരിട്ട് വിളിച്ചില്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഒഫീഷ്യൽസിനെ മോദി വിളിച്ചു. അവർ വിനേഷിനോട് വന്ന് പറഞ്ഞു മോദിക്ക് വിനേഷുമായി സംസാരിക്കണമെന്ന്. ഓക്കെ എന്ന് വിനേഷ് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മോദി ഫോൺ വിളിക്കുമ്പോൾ വിനേഷിന്റെ ആരും അടുത്തുണ്ടാവാൻ പാടില്ല. മോദിയുടെ 2 ആളുകളും വിനേഷും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ മോദിയുടെ 2 ആളുകളിൽ ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്യും, മറ്റേയാൾ വിനേഷ് എന്തൊക്കെയാണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. എന്നിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. ഇത് ഇത്ര വലിയ കണ്ടീഷൻ ആണോ വിനേഷേ? ഫോട്ടോഷൂട്ട് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ 10 വർഷത്തിലെ ഞങ്ങളുടെ പരിപാടിയെന്ന് വിനേഷിന് അറിയത്തില്ലാത്ത കാര്യമാണോ? ഇങ്ങനെയുള്ള PR ഫോട്ടോയും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഗോദിജി കഴിഞ്ഞ 10 വർഷവും ഇന്ത്യയിലെ ജനങ്ങളെ മണ്ടന്മാരാക്കിയതെന്ന് മണ്ടന്മാരായ ഞങ്ങൾക്ക് പോലും അറിയാം. എന്നിട്ടും വിനേഷിന് അത് അറിയില്ല എന്ന് വെച്ചാൽ കഷ്ടം തന്നെ. ഇനി വിനേഷ് തുടർന്ന് പറയുകയാണ്, मैंने पूछा सोशल मीडिया पे जाएगा, बोला तो मैं बोली सॉरी, मैं अपने इमोशंस का, अपनी मेहनत का ऐसे सोशल मीडिया पे तो मजाक नहीं बनाऊंगी. अगर उनको सच में सहानुभूति है किसी खिलाड़ी के साथ में तो बिना रिकॉर्डिंग बात कर सकते हैं. मैं बहुत धन्यवाद रहूंगी. शायद उनको ये पता है कि जिस दिन भी विनेश से बात हुई, विनेश वो 2 साल का हिसाब जरूर मांगेगा, इसलिए वो उन्होंने मेरा फ़ोन भी मतलब मना कर दिया कि आपका कोई फ़ोन नहीं रहेगा, हम ही रिकॉर्डिंग करेंगे. वो तो काट सकते हैं ना अपने लेवल पे, तो मैं तो नहीं काटूंगी, मैं तो ओरिजिनल डालूंगी जो बातचीत हुई. उन्होंने मना कर दिया कि नहीं, ऐसे तो नहीं होगा. फिर नहीं बात की. ഞാൻ എടുത്തു ചോദിച്ചു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതല്ലാതെ ഞങ്ങൾക്ക് എന്താ പരിപാടി, തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന്. അപ്പോൾ വിനേഷ് പറഞ്ഞു, എൻ്റെ ഇമോഷൻസിനെയും കഷ്ടപ്പാടിനെയും സോഷ്യൽ മീഡിയയിൽ വിറ്റ് മോദിക്ക് PR വർക്ക് ചെയ്യാൻ താൻ സമ്മതിക്കില്ല. കളിക്കാരോട് യഥാർത്ഥത്തിൽ സഹാനുഭൂതി ഉണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാതെ സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ തനിക്ക് വളരെ നന്ദിയുണ്ട്. വൈകുന്നേരം വിവരം കിട്ടി വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ സമ്മതിക്കുകയില്ലെങ്കിൽ വിനേഷിനോട് ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ജി സംസാരിക്കുന്ന പ്രശ്നമില്ല എന്ന്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം മിസ്സസ് വിനേഷ്? ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ വികാരത്തെ, നിങ്ങൾക്ക് വന്ന ദൗർഭാഗ്യത്തെ മുതലെടുക്കാൻ ഞങ്ങളുടെ ഗോദിജിയെ അനുവദിക്കുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു, ധൈര്യം വന്നു? ഈ സോഷ്യൽ മീഡിയയും ഫോട്ടോയും വീഡിയോ എഡിറ്റിങ്ങും ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ ജിക്ക് 1 വർഷം പോലും തികച്ചു ഭരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇങ്ങനെ ജനങ്ങളെ മണ്ടന്മാരാക്കിയില്ലേ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ഭരിച്ചത്? നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇടാൻ ഞങ്ങളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് സത്യമല്ലേ? എന്നിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് ഞങ്ങളുടെ ഹൃദയവിശാലതയല്ലേ കാണിക്കുന്നത്? ഞങ്ങളോട് കളിച്ചിട്ട് എന്തായി? നിങ്ങൾക്ക് മെഡൽ കിട്ടാതിരിക്കാൻ തൂക്കുമ്പോൾ 100 ഗ്രാം കൂടുതൽ വരാനുള്ള അളവിൽ നിങ്ങൾക്ക് ഭക്ഷണവും പാനീയവും തന്ന്
നിങ്ങളുടെ മെഡൽ മോഹം ഞങ്ങൾ തല്ലിക്കെടുത്തി. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. രാജ്യത്തിന്റെ ഒരു മെഡലല്ല ഞങ്ങൾക്ക് വലുത്, മറിച്ച് ഞങ്ങളുടെ ജിയുടെ PR വർക്കാണ്. രാജ്യത്തിന് ഒരു മെഡൽ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് പുല്ലാണ്. സുഹൃത്തുക്കളെ, സ്വന്തം നിലനിൽപ്പിനു വേണ്ടി എത്ര തരം താഴാനും മോദിക്ക് മടിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും പാതാളത്തിലും തരം താഴാൻ, ഇതുപോലെ തരം താഴാൻ മോദിക്ക് കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് മനംമാറ്റം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കരകയറാനാവാത്ത കുഴിയിലാണ് ഇരിക്കുന്നത്. ഇതിനെതിരെ നിങ്ങൾ ഒരു കമന്റ് എഴുതിയാൽ, ഒരു ഡിസ്ലൈക്ക് അടിച്ചാൽ അത് തെളിയിക്കുന്നത് നിങ്ങളും അത്രയ്ക്കും തരം താണവർ ആണെന്നാണ്. കേഴുക പ്രിയ ഭാരതമേ.